ഒരു കാര്യം, ഇന്നലെ കറണ്ട് പോയതുകൊണ്ട് വൈകുന്നേരം പറയാൻ പറ്റിയില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഗോവിന്ദ അഭിഷേകം എന്ന ഭാഗം പാരായണം ചെയ്താണ് ഉച്ചയ്ക്ക് സമർപ്പിക്കുന്നത്. ആ സമയത്താണ് ഭഗവാന്റെയും സാളഗ്രാമത്തിലും കരിക്ക് കൊണ്ടും പാല് കൊണ്ടും ഒക്കെയുള്ള അഭിഷേകം നടത്തുന്നത്. പാലിൻ്റെ കാര്യവും കരിക്കിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറ്റുന്നവര് എത്തിക്കുക, അതൊന്ന് ഓർമ്മിപ്പിന്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരമാണ് രുക്മിണി സ്വയംവരം എന്ന ചടങ്ങ് നടക്കുന്നത്. ആ സമയത്ത് രുക്മിണി ദേവിയുടെ വിഗ്രഹം, അത് പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്. അപ്പോൾ ആ കുട്ടിയെ തയ്യാറാക്കി ആ സമയമാകുമ്പോൾ എവിടുന്നാണോ ക്ഷേത്രത്തിന് അവിടെ കാണിക്കമുണ്ടോ അവിടെ ഉണ്ടെന്നാ പറഞ്ഞ് അവിടെ നിന്ന് ആരംഭിച്ച് ക്ഷേത്രത്തിന് ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് ഇവിടെ വന്നാണ് രുക്മിണി വിഗ്രഹം സമർപ്പിക്കും. അതോടൊപ്പം തന്നെ ആ സമയത്ത് അഷ്ടമംഗല്യം വേണം. കുത്തുവിളക്ക് ഞാൻ തിരുമേനിയോട് പറഞ്ഞിട്ടുണ്ട്. അഷ്ടമംഗല്യം അറിയില്ല എന്തൊക്കെയാണ്? അഷ്ടമംഗല്യമൊക്കെ ഉണ്ടാവണം, പിന്നെ താലം ഉണ്ടാവണം ഒരു ഘോഷയാത്രയുടെ ഇതില്. അതേപോലെ തന്നെ ഇന്നലത്തെ പോലെ ഈ രുക്മിണി സ്വയംവരത്തിന്റെ സമയത്ത് നിവേദിക്കുവാൻ മധുരപലഹാരങ്ങള്, അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങള്, മറ്റ് നിവേദ്യ വസ്തുക്കളെല്ലാം യജ്ഞശാലയിൽ എത്തിക്കണം. കൂടാതെ ഇന്നലെ വൈകുന്നേരം ഭഗവാൻ അവതരിച്ചു. ഇന്ന് മുതല് ഈ തൃക്കൈവെണ്ണ എന്ന സമർപ്പണം ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ആ വെണ്ണ ഭഗവാന് ആ ബാലലീലകളൊക്കെ പാരായണം ചെയ്ത സമയത്ത് വെണ്ണ നിവേദ്യം വളരെ പ്രധാനമായിട്ട് ചെയ്യാറുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ ഉണ്ടാവും. വെണ്ണ വാങ്ങിയിട്ട് ഇവിടെ സമർപ്പിക്കാവുന്നതാണ് എന്റെ കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമോ ഭഗവതേ വാസുദേവായ. പ്രസിദ്ധമായ ഗോവർദ്ധനോദ്ധാരണം എന്ന കഥാഭാഗമാണ് വായിച്ചു വന്നത്. ഭഗവാൻ 7 ദിവസങ്ങളിലായിട്ട് ആ ഗോവർദ്ധനഗിരിയെ എടുത്തുയർത്തി നിൽക്കുന്നത് വരെയാണ് ഇപ്പോൾ വായിച്ചു നിർത്തിയിരിക്കുന്നത്. പിന്നീടാണ് ഭഗവാന്റെ അഭിഷേകവും ഗോവിന്ദൻ എന്ന നാമവും ഒക്കെ നൽകുന്ന ഭാഗം. അത് പാരായണം ചെയ്ത് അഭിഷേകത്തോടു കൂടിയായിരിക്കും ഉച്ചയ്ക്ക് സമർപ്പിക്കുന്നത്. അപ്പം അതുവരെ ഇന്നലെ കറണ്ട് ബുദ്ധിമുട്ടിച്ചത് കൊണ്ട് ഒരു പ്രകരണം അല്പം മാത്രമാണ് പറഞ്ഞു വന്നത്. അതിൻ്റെ തുടർന്നുള്ള ഭാഗം പറയുകയാണ്. വളരെ പ്രസിദ്ധമായ പ്രഹ്ലാദന്റെ കഥയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ശണ്ടാമർക്കന്മാരുടെ അടുക്കൽ നിന്നും തൻ്റെ പുത്രനായിരിക്കുന്ന പ്രഹ്ലാദനെ ഹിരണ്യകശിപു വിളിച്ചു വരുത്തി മടിയിലിരുത്തി ചോദ്യം ചോദിച്ചു. നീ ഇതുവരെ പഠിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു, തത്സാധുമന്യേ അസുരവര്യദേഹിനാം സദാ സമുദ്വിഗ്ന ധിയാമസദ്ഗൃഹാദഹിത്വാത്മവാദം ഗൃഹമന്ധകൂപം വനം ഗതോയത് ഹരിം ആശ്രയേത. അതാണ് ഞാൻ നല്ലത് എന്ന് കരുതുന്നു. ഹേ അസുരവര്യ എന്നാ വിളിച്ചത്. അച്ഛനെ അസുര രാജാവേ എന്നാ വിളിച്ചത്, അച്ഛന്നല്ല. അതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തുകൊണ്ട്? എല്ലാ ആളുകളും അസത്ത് വിഷയങ്ങളായിരിക്കുന്ന ഗൃഹമാകുന്ന ആ പൊട്ടക്കിണറ്റിൽ വീണ് സ്വയം ജീവിതം ആഹുതി ചെയ്യുകയാണ്. പൊട്ടക്കിണറ്റിൽ വീണവർക്ക് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടൽ ഉണ്ടാവില്ല. ഏത്? ആ പൊട്ടക്കിണർ ഏതാണ്? ഈ വീട് എന്നുള്ളത്. കാരണം എന്താ? ഒന്നിനു പിറകെ ഒന്നായിട്ട് ഓരോരോ വിഷയങ്ങൾ കൈകളിലേക്ക് വരുമ്പോൾ ആ വിഷയങ്ങളിൽ മാത്രം ജാഗരൂകരായിരിക്കുകയല്ലാതെ മറ്റൊരു പ്രത്യേകിച്ച് ഈശ്വരപരമായ കാര്യങ്ങൾക്ക് പോകാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് വനം ഗതഃ. എന്ത് പോവുക? എല്ലാം ഇട്ടെറിഞ്ഞ് നേരെ വനത്തിലേക്ക് പോയിക്കൊള്ളുക. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം? ഹരിം ആശ്രയേത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മതിയാക്കിയിട്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഏത് മാർഗമേ ഉള്ളൂ? സാക്ഷാൽ ഭഗവാനെ ആശ്രയിക്കുന്നതാണ് എന്ന് നല്ലത് എന്ന് ഞാൻ ഇത്രയും നാളത്തെ പഠനം കൊണ്ട് മനസ്സിലാക്കി. പോട്ടെ, കാര്യമേ പറഞ്ഞുള്ളെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഹരിം ആശ്രയേതാന്നാ പറഞ്ഞത്. ഈ ഹരി ആരാ? ഇയാളുടെ ശത്രുവാ. എന്താ? തന്റെ ശത്രുവിനെ ആശ്രയിക്കാൻ പറഞ്ഞാൽ പിന്നെ ആ മകനെ മടിയിരുത്തുവോ? എടുത്തൊരൊറ്റ ഏറായിരുന്നു എന്നാ പറഞ്ഞത്. ഉടൻ ചണ്ടാമർക്കന്മാരെ വിളിച്ചു. എന്ത് പഠിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഉടൻ തന്നെ ഇവനെ
നമ്മുടേതായ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുക. ധർമ്മം, അർത്ഥം, കാമം, ആ വഴിയിലുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും പഠിപ്പിക്കരുത്. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിങ്ങളെ ആയിരിക്കും ആദ്യം ഞാൻ ശരിയാക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പാവങ്ങൾ പിന്നെ വിളിച്ചോണ്ട് പോയി. അവിടെ കൊണ്ടുപോയി വീണ്ടും ഇത് ആദ്യം തൊട്ട് പഠിപ്പിക്കുക. ഇതെല്ലാം അവിടെ ഇരുന്ന് കേൾക്കും, അങ്ങനെ ഇരിക്കും, ഒന്നും പഠിക്കില്ല. അവസാനം വീണ്ടും വിളിപ്പിച്ചു. വിളിച്ച് നേരെ എവിടെ കൊണ്ടുചെന്നു? രാജാവിന്റെ ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തി. അപ്പോ പഴയതുപോലെ മകനെ കണ്ട സന്തോഷമായി, മകനെ വിളിച്ചു. പക്ഷേ ഇത്തവണ എന്ത് ചെയ്തില്ല? മടിയിലിരുത്തിയില്ല. ആദ്യത്തെ കൊണ്ട് പഠിച്ചു, ഇവനെ മടിയിരുത്താൻ കൊള്ളില്ല എന്ന്. അതുകൊണ്ട് ചോദിച്ചു, അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ചോദിച്ചു, ഹിരണ്യകശിപുരുവാചാം പ്രഹ്ലാദ അനുച്ഛിതാം താതാ. കുഞ്ഞെ, താതാന്ന് പറഞ്ഞാൽ കുഞ്ഞെന്നാ. പ്രഹ്ലാദ അനുച്ഛിതാം പറഞ്ഞാലും എന്ത്? സ്വ അധീതം കിഞ്ചിതുത്തമം. നീ ഇതുവരെ പഠിച്ചതിലെ എന്തെങ്കിലും 2-3 ശ്ലോകം ഒന്ന് ചൊല്ലി കേൾപ്പിക്കടാ. കാലേന ഏതാവതായു ആയുഷ്മൻ. നിനക്ക് പ്രായമൊക്കെ ഇത്ര ആയില്ലേ? കുറെ നാളായില്ലേ? 3-4 മാസമായില്ലേ വീണ്ടും പഠിത്തം തുടങ്ങിയിട്ട്? ഇത്രയും കാലം കൊണ്ട് നീ എന്തൊക്കെയാണ് പഠിച്ചത്? യത് അശിക്ഷത്. യാതൊന്നാണോ പഠിച്ചത്? എവിടെ നിന്ന്? ഗുരോഹോ, ഗുരുവിൽ നിന്ന്. എന്തൊക്കെയാണോ പഠിച്ചത് അതൊന്ന് എന്നോട് പറയാൻ പറഞ്ഞു. ഉടൻ തന്നെ കയ്യും കെട്ടി നിന്നു. നേരെ പറഞ്ഞു, ശ്രവണം കീർത്തനം വിഷ്ണോ, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേന്നവലക്ഷണ ക്രിയതേ ഭഗവത്യദ്ദ തന്മന്യേ അതീയതോത്തമം. ഞാൻ ഇത്രയും കാലം പഠിച്ചതില് അതാണ് നല്ലത് എന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്തൊക്കെയാ? ശ്രവണം, കീർത്തനം, വിഷ്ണോഗോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇത്രയും കാര്യങ്ങളാണ് നല്ലത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ പറഞ്ഞു, ഇതിശ്ചേത് ഭക്തിശ്ചേത് നവലക്ഷണ. ഇങ്ങനെ ഭക്തിക്ക് 9 ലക്ഷണങ്ങൾ ഉണ്ട്. ഈ ശ്ലോകം നമ്മുടെ യോഗ്യന്മാരായ ആചാര്യന്മാരെല്ലാം പൊട്ടത്തറ്റ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. ഇവിടെ പറഞ്ഞത് ലക്ഷണയാണ്. 9 തരത്തിൽ ഭക്തിക്ക് ലക്ഷണയുണ്ട്. ലക്ഷണ ലക്ഷ്യമാകുക. ചോദ്യത ലക്ഷണ ലക്ഷ്യമാവില്ല. ഒറ്റ ലക്ഷ്യമാണ് നമുക്ക് ഭഗവാനിലുള്ള എന്ത്? ഭക്തി. പക്ഷെ ഇവിടെ ഉള്ള സകല ആചാര്യന്മാരും എന്താണ് വ്യാഖ്യാനിക്കുന്നത്? 9 തരത്തിൽ ഭക്തി ഉണ്ടെന്ന. അങ്ങനെ ഒരു ഭക്തി ഇല്ല. ഭക്തി ഒന്ന് മാത്രമേ ഉള്ളൂ. അത് നാരദ ഭക്തി സൂത്രത്തിൽ പറയും, സാധു പരമപ്രേമൈക രൂപ. ഏതായാലും ഭക്തിയുടെ ആചാര്യൻ എന്ന് പറയുന്നത് നാരദനാണെങ്കിൽ ഭക്തിക്ക് അന്തിമ വാക്ക് ആരുടെയാ? നാരദരുടെ വാക്കാ. ആ നാരദര് പോലും പറയുന്നു, ഏകവചനത്തിലാണ് പ്രയോഗിച്ചു, സാ. ഭക്തി സ്ത്രീലിംഗമായിട്ടാ സാ എന്ന് പറഞ്ഞത്. സാധു അവളാകട്ടെ എന്താണ്? പരമപ്രേമൈക രൂപ. ഭഗവാനോട് തോന്നുന്ന പരമമായിരിക്കുന്ന പ്രേമത്തിന് പറയുന്ന പേരാണ് ഭക്തി. എന്താ പ്രേമം എന്ന് പറഞ്ഞത്? ആരാധന എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അല്ല, അതാണ് വ്യത്യാസം. പ്രേമം എന്ന് പറഞ്ഞാൽ പ്രേമിച്ചിട്ടുള്ളവർക്കറിയാം, പ്രേമിക്കുന്നവന് എപ്പോൾ അവന്റെ മനസ്സിൽ ആര് മാത്രമാ? പ്രേമിച്ചിട്ടുണ്ടോ? എന്നാ ഇനിയിപ്പോ പറ്റത്തില്ല. പ്രേമിക്കുന്നവർക്ക് ആൺകുട്ടിയാണെങ്കിൽ കുട്ടിയാണെങ്കിൽ എപ്പോൾ അവന്റെ മനസ്സിൽ ആരാ? അവളെ കുറിച്ചുള്ള ചിന്തയാ. തിരിച്ചു പെൺകുട്ടിക്കും ഇവനെ കുറിച്ച് മാത്രം ചിന്ത, വേറൊരു ചിന്തയില്ല. ഇത് തന്നെ ഭഗവാനോട് തോന്നുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഭക്തി. അതുകൊണ്ടാണ് പ്രേമം ഭരതനാട്യമല്ലോ, ഭരതന്റെ നാട്യശാസ്ത്രം. ഭരതന്റെ നാട്യശാസ്ത്രത്തിൽ നവരസങ്ങളെ കുറിച്ച് പറയും. അതില് കാമുകനോ കാമുകിയോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ തമ്മിലുള്ള ഈ പ്രേമത്തിന് പറയുന്ന രസം ശൃംഗാര രസമാണ്. നാട്യശാസ്ത്രത്തിൽ പറയും. ആ ശൃംഗാര 9 രസങ്ങളാ. ശൃംഗാരം, കരുണ, ഹാസ്യം, എന്താണ്, ബീഭത്സം, രൗദ്രം, ഇല്ലേ, ഭയാനകം. ഈ പറയുന്ന 9 രസങ്ങൾക്കും 9 സ്ഥായി ഭാവങ്ങളുണ്ട്.
അതിൽ ശൃംഗാരരസത്തിന്റെ സ്ഥായി ഭാവം എന്ന് പറയുന്നത് രതിയ. ബീഭത്സരസത്തിന്റെ സ്ഥായി ഭാവം എന്ന് പറയുന്നത് ജുഗുപ്സയ, അറപ്പ്. അതേപോലെ തന്നെ ഭയം രസവ, ഭയത്തിന്റെ എന്താ അത്ഭുതം, അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോ ഓരോ രസത്തിനും ഓരോ സ്ഥായി ഭാവമുണ്ട്. അതേപോലെ ഭക്തി എന്ന, അത് ആനന്ദവർദ്ധനം പറയും ദുനിയാലോകത്തിൽ, ഭക്തി എന്ന് പറയുന്നത് ശൃംഗാരരസത്തിന്റെ ചേട്ടനാണെന്നാണ് പറയുന്നത്. ആനന്ദവർദ്ധനം ദുനിയാലോകത്തിൽ സാഹിത്യം, ദുനിയാലോകത്തിൽ പറയുന്നത് ഭക്തി രസം എന്ന് പറയുന്നത് ഒരു രസം തന്നെയാണ്. ആദ്യത്തെ രസമാണ്. ആ ഭക്തി രസത്തിന്റെ കുഞ്ഞനുജനാണ് ആര്? ശൃംഗാരം. എന്താ വ്യത്യാസം? ഭക്തിരസം വരുമ്പോൾ ഒന്ന് ഭക്തനും മറ്റൊന്ന് ഭഗവാനും. അത് ശൃംഗാരരസത്തിലേക്ക് വരുമ്പോൾ കാമുകനും കാമുകിയും രണ്ടിടത്തുമുള്ള വികാരവും ചിന്തയും ഒന്ന്. എത്ര ഭംഗിയായിട്ടാ പറഞ്ഞത്. അതുകൊണ്ട് ഭക്തിരസത്തിന്റെയും ശൃംഗാരരസത്തിന്റെയും സ്ഥായി ഭാവം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാ, രതി. ഇനിയും ഏകാദശ സ്കന്ധത്തില് ഉദ്ധവർ ഉപദേശമെല്ലാം കേട്ട് കഴിഞ്ഞ് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ബദരിയിലേക്ക് പോകും. ആ ബദരിയിലേക്ക് പോകുമ്പോൾ ആ ഉദ്ധവര് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരു ശ്ലോകം ഭാഗവതത്തിലുണ്ട്. 7-ാം ദിവസം ഞാൻ എടുത്തു കാണിക്കാം. ഏതാ ശ്ലോകം? നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാധിമാം യഥാ ത്വച്ചരണാം ഭോജേ രതിസ്യാദനവായിനി. എനിക്ക് അങ്ങയുടെ പാദകമലങ്ങളിൽ അനവായിനിയായിരിക്കുന്ന രതി ഉണ്ടാണെന്ന. അനവായിനി എന്ന് പറഞ്ഞാൽ ഇടമുറിയാത്ത, എണ്ണ കുപ്പിയിൽ നിന്ന് ഒഴിക്കുമ്പോൾ മുറിയില്ല, വെള്ളം ഒഴിച്ചാലോ മുറിയും. എനിക്കിങ്ങനെ മുറിയാത്ത എന്നും ഒരുപോലെ നിൽക്കുന്നതായ രതി ഉണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം എന്താ? കാമം, അവിടെ ഭക്തിയാ. അതുകൊണ്ട് ശൃംഗാരം എന്ന് പറയുന്ന രസം തന്നെയാണ് യഥാർത്ഥത്തിൽ ഏത്? ഭക്തി. അവിടെ വിഷയം മാറുന്നു എന്ന് മാത്രം, ഭാവം ഒന്ന്. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ഭഗവാനോട് തോന്നുന്ന പ്രേമത്തിന് പറയുന്ന പേരാണ് ഭക്തി. അത് പലതരത്തിൽ ഭക്തിയുണ്ടോ? എന്നിട്ട് ഇവിടെ തന്നെ പറഞ്ഞു ഇത് നവലക്ഷണ. അതാ ഞാൻ ചോദിച്ചത്, ലക്ഷണം ഒരിക്കലും ലക്ഷ്യമാവില്ല. ശാസ്ത്രം പഠിച്ചാൽ അത് ആ ക്ലിക്ക് മനസ്സിലാവും. ലക്ഷ്യമല്ല. ഒരു പശുവിന്റെ ലക്ഷണം പറയുമ്പോൾ എങ്ങനെയാ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കൊമ്പ് മുമ്പോട്ട് വളഞ്ഞിരിക്കണം, നല്ല അകിടുണ്ടാവണം, താടയുണ്ടാവണം, വാല് നിലത്ത് മുട്ടണം. ഇതൊക്കെയാണ് ഏതിന്റെ ലക്ഷണം? ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഏതാവുക? ശ്രേഷ്ഠയായ പശു. അല്ലാതെ മുന്നോട്ടിരിക്കുന്ന കൊമ്പ് പശു ആകുമോ? ആകുവോ? ഇല്ല. അതേപോലെയാണിത്. ഈ ഭഗവാനിനോടുള്ള പ്രേമമുണ്ടാവാൻ 9 വഴികളുണ്ട്. അതിൽ ഒന്നാമത്തെ വഴിയാണ് ശ്രവണം. എന്ത് കേൾക്കാൻ? ഭഗവത് കഥകളെ കേൾക്കുക. പിന്നൊന്ന് കീർത്തനം, ഭഗവാനെ കീർത്തിക്കുക. പിന്നെയോ വിഷ്ണോഘോസ്മരണം, ഭഗവാന്റെ രൂപം കണ്ടിട്ട് സർവദാ ആ രൂപത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടിരിക്കുക. പാദസേവനം, ഭഗവാന്റെ പാദങ്ങളെ എന്നും സേവിക്കുക. അർച്ചനം, ഭഗവാനെ പൂജിക്കുക. വന്ദനം, ഭഗവാനെ വന്ദിക്കുക. സഖ്യം, കൂട്ടുകാരനായി കാണുക. ദാസ്യം, ഭഗവാന്റെ സേവകനായിരിക്കുക. അവസാനം ആത്മനിവേദനം, തന്നെ ഭഗവാന്. അല്ലാതെ തന്നെ സമർപ്പിക്കൽ ഭക്തിയാണോ? അല്ല. ഈ ഭക്തി ഉണ്ടാവാനുള്ള മാർഗം അക്കൂട്ടത്തിൽ ആദ്യത്തേത് ശ്രവണം. എന്താ അർത്ഥം? കേൾക്കുക. കേൾക്കല് എങ്ങനെ കേൾക്കല? എന്താ ശ്രവണം എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം? കേൾക്കുക നമ്മൾ ഒറ്റ വാക്കിൽ പറയും. അതാണോ ശ്രവണം? ആണോ? കേൾക്കലാണോ? എന്താണ്? ശ്രദ്ധയോടെ മാത്രമല്ല. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നു. ഞാനൊരു സെന്റൻസ് പറയാം, നിങ്ങൾ എന്താ കേട്ടെന്ന് പറഞ്ഞാൽ. രാമൻ രാഘവനെ പോലെ കള്ളം പറയാറില്ല. വേഗം പറയാം, എന്താ കേട്ടത് മനസ്സിലാക്കിയത്? അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് എന്നാ ചോദ്യം. രാമൻ കള്ളം പറയത്തില്ല,
രാഘവൻ കള്ളം പറയും. ശരി, ഒന്ന്. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? ഇനി എന്തായാലും ഇത് തന്നെയാണോ എല്ലാവരുടെയും? അല്ല, എന്റെ ചോദ്യം അതല്ല, നിങ്ങൾ എന്ത് ഗ്രഹിച്ചു എന്നുള്ള. ഒരാള് ഗ്രഹിച്ചു രാഘവൻ കള്ളം പറയും, രാമൻ ഇല്ല. അടുത്ത് അതാ അതിന്റെ ജസ്റ്റ് മീനിങ് പറ. രണ്ടുപേരും അപ്പൊ ഓരോരുത്തരും ഗ്രഹിക്കുന്നത് അങ്ങനെ. എന്റെ ഉദ്ദേശം നടന്നോ? അപ്പൊ ശ്രവണമെന്ന് പറഞ്ഞാൽ വക്താവ് എന്തർത്ഥത്തിലാണോ വിവക്ഷിക്കുന്നത് അത് ശ്രോതാവ് ഗ്രഹിച്ചാൽ അതാണ് ശ്രവണം. ഞാൻ എന്തു പറയുന്നു, എന്തർത്ഥത്തിൽ പറയുന്നുവോ അതേ അർത്ഥം തന്നെ നിങ്ങൾ ഗ്രഹിച്ചാൽ അതെന്തായി? ശ്രവണമായി. ഇപ്പൊ പറഞ്ഞു രാമൻ കള്ളം പറയാറില്ല രാഘവനെ പോലെ. ഒരാൾ പറഞ്ഞു രാഘവൻ കള്ളം പറയുമെന്ന, വേറൊരാൾ പറഞ്ഞു രണ്ടുപേരും പറയും. വേറൊരാള് പറഞ്ഞത് രാഘവൻ കള്ളം പറയും, രാമൻ കള്ളം പറയത്തില്ല. മൂന്ന് അഭിപ്രായം വന്നത്. അപ്പൊ എന്താ അതിന്റെ ശരിയായ അർത്ഥം? രാമൻ കള്ളം പറയാറില്ല, ആരെ പോലെ പറയാറില്ല. അപ്പൊ ആരാ കള്ളം പറയുന്നത്? മനസ്സിലായോ? അപ്പോ രണ്ടുപേരും പറയുമെന്നുള്ളതാണ്. അതാണ് ശരിയായ ഉത്തരം. പക്ഷേ 10 പേരുണ്ടെങ്കിൽ 10 പേരും 10 രീതിയിൽ ഗ്രഹിച്ചാൽ എന്റെ ഉദ്ദേശം നടക്കില്ല. അപ്പോ ഞാൻ പറയുന്നത് എന്താണോ അത് അതേ വിവക്ഷയിൽ എടുത്തെങ്കിൽ മാത്രമേ എന്താവൂ. അപ്പൊ ഭാഗവതത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അതേപോലെ ഗ്രഹിച്ചെങ്കിലേ എന്താവൂ? ശ്രവണമാകൂ. ഇതാണ് വ്യത്യാസം. അങ്ങനെ ഈ 9 തരത്തിലുള്ള മാർഗങ്ങളിലൂടെ ആരെ? ഭഗവാനെ സേവിച്ച് ഭഗവത് ഭക്തി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ പഠിച്ചത്. ഇത് കേട്ടപ്പോ ആർക്കും പിന്നെ കോപമായി. ഹിരണ്യകശിപുവിന് ഗുരുവിന്റെ മക്കളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണോ ഈ പഠിപ്പിച്ചത്, ശിക്ഷ വേണോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അവർ രണ്ടുപേരും പറയാ, നമപ്രണീതം നപരപ്രണീതം സുതോപദത്യേഷതവേന്ദ്രശത്രോ നൈസർഗീയം മതിരസ്യ രാജൻ. ഞങ്ങൾ പഠിപ്പിച്ചതല്ല, ഞാൻ പഠിപ്പിച്ചതല്ല. എന്നാ ഇനി ആശ്രമത്തിൽ ആരെങ്കിലും വന്ന് സ്പെഷ്യലായിട്ട് പഠിപ്പിച്ചതാണോ? അതുമല്ല. അങ്ങയുടെ മകൻ എന്തറിയാം, ഇങ്ങനെ തന്നെയാ എപ്പോഴും പറയുന്നത്. കാരണം എന്താ? നൈസർഗികീയം, ഇത് ഇവനെ ജന്മന കിട്ടിയതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയല്ലേ നൈസർഗികമായ വാസനകൾ എന്ന് പറയല്ലേ. അപ്പോ അത് ആര് പറഞ്ഞാലും പോവില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇവനെ ബന്ധനസ്ഥനാക്കിക്കൊണ്ടിട്ട് പഠിപ്പിക്കാൻ പറഞ്ഞു. വീണ്ടും ഇവര് എന്ത് ചെയ്യുകയാണ്? കൊണ്ടുപോയിട്ട് പഠിപ്പിക്കുക. അപ്പൊ ഇവര് കരഞ്ഞു പ്രാർത്ഥിച്ചു, പൊന്നുമോനെ ഇനി അടുത്ത തവണ നിനക്ക് വേണ്ടെങ്കിൽ പോലും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കാര്യങ്ങളെ നീ പറയാവൂ, എന്തിനാ ഞങ്ങളുടെ തല കാണത്തില്ല. അപ്പൊ പിന്നെ ഓർത്ത് ഇവരോടൊരു കൺസിഡറേഷൻ ചെയ്തുകൊണ്ട് എന്നാ പ്രകടനം പറഞ്ഞ് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞ് ഇവരുടെ കാണുക എല്ലാം കൊണ്ട് കൃത്യമായിട്ട് പഠിക്കും, അവരെ ചൊല്ലി കേൾപ്പിക്കും. അവര് പോയി കഴിയുമ്പോൾ ഇതിലെ അങ്ങ് കളയും. അപ്പൊ ഇവർക്കൊരു വിശ്വാസമായി, എന്താ ഇവൻ ഞങ്ങളുടെ വരുതിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? നേരെ ഇവനെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് ഇവർ വല്ല കല്യാണത്തിനോ ഫംഗ്ഷനോ ഒക്കെ പോവും. ഈ സമയത്ത് അവിടെയുള്ള കൂട്ടത്തിലുള്ള കുട്ടികളെ ആര് പഠിപ്പിക്കുക? ഈ പ്രഹ്ലാദൻ സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കുക. കൊടുക്കുന്ന മുഴുവൻ എന്തോന്നാ? 1ാം തരം വേദാന്ത ഈശ്വരതത്വം. ചുരുക്കം പറഞ്ഞാൽ പിള്ളേർ ഇതങ്ങോട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഇതൊരു നല്ല രസമായി തോന്നി. ഇവര് ചോദിച്ചു, ഇടാ നിന്നെ എങ്ങനെയാണ്, നിന്നെ മാത്രം ഗുരു ഇങ്ങനെ പഠിപ്പിച്ചത്? ഞങ്ങൾക്കൊന്നും ഇത് പറഞ്ഞു തന്നിട്ടേ ഇല്ലല്ലോ. ഇത് പറഞ്ഞ അങ്ങനെയൊന്നും പഠിപ്പിച്ചാലേ ഇത് ഞാൻ പണ്ട് ഗർഭിണിയായിരിക്കുമ്പോ എൻ്റെ അമ്മ വയറ്റിൽ കിടക്കുന്ന സമയത്ത് ഞാൻ എവിടാ കിടന്നത്, വളർന്നത്? നാരദ മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ഈ ഗർഭിണിയായിരിക്കുന്നത് കൊണ്ട് നല്ല കാര്യങ്ങൾ കേൾക്കണം എന്നുള്ളത് കൊണ്ട് നാരദ മഹർഷി ആർക്ക്? അമ്മയ്ക്ക് ഇതെല്ലാം ഉപദേശിച്ചു കൊടുക്കുമായിരുന്നു. അമ്മ കുറെയൊക്കെ കേട്ടു, ഇടയ്ക്കൊക്കെ അമ്മ ഇരുന്ന് ഉറങ്ങിപ്പോകുമായിരുന്നു. അതുകൊണ്ട് അമ്മ അങ്ങനെയൊന്നും വലിയ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. പക്ഷേ അകത്ത് കിടന്നുകൊണ്ട് ഇത് മുഴുവൻ ആര് കേട്ടു? ഞാൻ കേട്ടു. അതുകൊണ്ടാണ് എനിക്ക് വിദ്യയെല്ലാം മനസ്സിലായി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. അവസാനം
ഈ ചണ്ടാമർക്കന്മാര് വന്ന് അടുത്ത ദിവസം ക്ലാസ് തുടങ്ങിയപ്പോൾ പിള്ളേരെല്ലാം ആദ്യം തന്നെ ഓം പൂർണ്ണമത പൂർണ്ണമിതെന്നൊക്കെ അങ്ങോട്ട് മന്ത്രം ചൊല്ലാൻ തുടങ്ങി. ഞെട്ടിപ്പോയി ഇവര്. ചോദിച്ചതെന്താ? അത് ഞങ്ങളെ ഈ പ്രഹ്ലാദൻ പഠിപ്പിച്ചതാ. അതിനിടയ്ക്ക് ഇവരോട് പറയും, കൂട്ടുകാരോട്, നിങ്ങൾക്കറിയാവോ നമുക്ക് ശ്രേഷ്ഠമായ ഒരു ശരീരം ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഈ ശരീരത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് 100 വയസ്സാണ്. ആ 100 വയസ്സിന്റെ ഇടയ്ക്ക് 50 വർഷത്തോളം നമ്മൾ എങ്ങനെ കളയും? ഉറങ്ങിക്കളയുകയാണ്. പിന്നെയോ മുഗ്നസ്യ ബാല്യേ കൗമാരേ യാതി വിംശതീന, ബാലനായിട്ടും കുമാരനായും ഇരുന്നു കൊണ്ട് 20 വർഷം പോയി. അപ്പൊ എത്ര പോയി? 70 പോയി. പിന്നെയോ ജരയാഗ്രസ്തദേഹസ്യ, ജര കൊണ്ട് 20 വർഷം, അവസാനത്തെ 20 വർഷം എങ്ങനെ പോകും? 80 തൊട്ട് 100 വരെ ഊനിക്കൂടി വീട്ടിൽ ചടഞ്ഞിരുന്ന അങ്ങനെയും പോകും. പിന്നെ പോയിട്ട് എത്ര ആകെ ഉള്ളൂ? 10. ഈ 10 വർഷമോ ഈ ഭാര്യ ഭർത്താവ് ഗൃഹ ബന്ധങ്ങളിൽപ്പെട്ട് അങ്ങനെയും കളയും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഏതിന് സമയമില്ല? ഈശ്വരനെ കുറിച്ച് അന്വേഷിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ആർജിച്ചെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നൊക്കെ കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ ഈ കുട്ടികൾ ഇതെല്ലാം പറയുന്നത് കേട്ടപ്പോൾ ഇവർക്ക് ഭയമായി. ഇവരെയും വിളിച്ചോണ്ട് നേരെ എങ്ങോട്ട് ചെന്നു? ഇവര് വിളിക്കാതെ തന്നെ അങ്ങോട്ട് കൊണ്ടില്ല. പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഇവൻ മാത്രമല്ല ഇപ്പൊ നശിക്കുന്നത്, ക്ലാസ്സിലെ മുഴുവൻ പിള്ളേരും ഇതാ പഠിക്കുന്നത്. അതുകൊണ്ട് ഇനി ഞങ്ങൾ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ദേഷ്യം വന്നിട്ട് ഇവനെ ഇല്ലാതാക്കണം. കാരണം ഇവൻ ഈ വംശത്തിനുണ്ടായ അർബുദ രോഗമാണ്. അപ്പൊ അർബുദം പണ്ടേ ഉണ്ട്. അർബുദം എന്ന് പറഞ്ഞാൽ ക്യാൻസർ. ഇവൻ ഈ വംശത്തിനുണ്ടായ അർബുദമാണ്. അതുകൊണ്ട് അന്നേ ചികിത്സ പറഞ്ഞിട്ടുണ്ട്. അർബുദം വന്നു കഴിഞ്ഞാൽ ആ രോഗം ബാധിച്ച ഭാഗം മുറിച്ച് കളയണം. ഇല്ലെങ്കിൽ അത് ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ഇല്ലാതാക്കും. അതുകൊണ്ട് പറഞ്ഞു, ഇവൻ ഇവിടെ ഉണ്ടായ കണ്ടുകമാണ്, മുള്ള എന്നാ പറഞ്ഞു, ഈ വംശത്തിനുണ്ടായ. അതുകൊണ്ട് ഈ മുള്ളിനെ നശിപ്പിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഇവൻ മൂലം ഈ വംശം തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് വിടുകയാണ്. എന്നിട്ട് പല മാർഗത്തിൽ ആരെ കൊല്ലാൻ ശ്രമിക്കുകയാണ്? ഈ പ്രഹ്ലാദനെ. ഇവിടെ പറയാം, ആനയെ ചവിട്ടിച്ചു കൊല്ലാൻ, വെള്ളത്തിൽ മുക്കി, തീയിലിട്ട്, പാറയിൽ നിന്ന് താഴോട്ടെറിഞ്ഞ്. ഇതൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെയ്തു എന്നൊന്നുമല്ല. ഒരാളെ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ട് ഒരുവനുണ്ടാവുമോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ആർക്ക് കൊടുത്തു? 3 മുറകൾ നടത്തിയെന്നർത്ഥം. പക്ഷെ ഇതുകൊണ്ടൊന്നും ആരെ മാറ്റാൻ പറ്റിയില്ല? പ്രഹ്ലാദനെ. കാരണം എന്താ? പ്രഹ്ലാദൻ അവിടെ എല്ലാം അപകടുമ്പോഴും ഒരൊറ്റ വിശ്വാസമായിരുന്നു, തന്റെ ഭഗവാൻ തന്നെ രക്ഷിക്കും. അപ്പൊ ഭക്തി മാത്രമായിരുന്നില്ല പ്രഹ്ലാദന്, ഭഗവാനോടൊരു വിശ്വാസം, ഉറപ്പ്. നമുക്കുണ്ടോ അത്? ആർക്കേലും നമുക്ക് ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭക്തിയുണ്ട്. വിശ്വാസം ഉണ്ടോ? ഉണ്ട്. ഉറപ്പോ? ഉറപ്പ് മാത്രം ഇല്ല. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് പാടിയത്, യേശുവിലാണൻ വിശ്വാസം, കീശയിലാണൻ ആശ്വാസം. ഉറപ്പെവിടാ? പോക്കറ്റിൽ കിടക്കുന്ന പാസ്ബുക്ക് അല്ലെങ്കിൽ ATM കാർഡിലാ ഉറപ്പ്. വിശ്വാസം ഭഗവാനിലൊക്കെ ഇരിക്കും, എന്നാലും ഉറപ്പ് ആരുടെയില്ല, കയ്യിലുള്ള പണത്തേലാണ് ഉറപ്പ്. പക്ഷെ ഇതങ്ങനല്ലായിരുന്നു. ഉറപ്പ് എവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് പല ദുരിതങ്ങളിൽ നിന്നും ആ ഭഗവാൻ തന്നെ പ്രഹ്ലാദനെ രക്ഷിച്ചു. അതിനുശേഷം എന്താണ്? ഈ പ്രഹ്ലാദൻ ആ പലതരത്തിലുള്ള ദുര്യോഗങ്ങൾ അനുഭവിക്കുകയാണ്. ഇവനെ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ ക്രോധനായി തീർന്ന ഹിരണ്യകശിപു ഇവനെ ഇല്ലാതാക്കിയേക്കാം എന്ന് തീരുമാനിച്ച് നേരെ തന്റെ സഭയിലേക്ക് കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് കുറെ കോപത്തോടു കൂടിയൊക്കെ ചോദിച്ചു, നീ പറയുന്നല്ലോ നിന്റെ ഈശ്വരൻ നിന്നെ രക്ഷിക്കുന്നു, നിന്നെ ഞാനിപ്പോ കൊല്ലാൻ പോവാ. ഈ ഈശ്വരൻ ഇവിടെ എവിടെയാണുള്ളത്? നിന്നെ രക്ഷിക്കുന്ന എനിക്കൊന്ന് കാണട്ടെ. എവിടാണ് നിന്റെ ഈശ്വരൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അങ്ങയുടെ കയ്യിലിരിക്കുന്ന വാളിനും
അങ്ങിലും എന്നിലും ഈ തൂണിലും തുരുമ്പിലുമെല്ലാം ആരുണ്ട്? ആ ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ തൂണിലുണ്ടോടാന്ന് ചോദിച്ചു. ഈ തൂണിലും ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഷ്ടി ചുരുട്ടി ആ തൂണിന്മേൽ ആഞ്ഞിടിച്ചു. ആഞ്ഞിടിച്ചപ്പോഴാണ് ആ തൂണ് പിളർന്നുകൊണ്ട് അതിഗംഭീരമായിരിക്കുന്ന ഒരു രൂപം പുറത്തേക്ക് ചാടിയത്. എന്തിന് ചാടിയെന്നും പറയുന്നുണ്ട്. സത്യം വിദാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മന അദൃശ്യതാത്യത്ഭുത രൂപമുദ്വകൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. എന്തിനാ പുറത്ത് അവിടുന്ന് ചാടിയത്? തന്റെ ഭക്തൻ പറഞ്ഞ വാക്കിനെ സത്യമാക്കാൻ. അതാണ് സത്യം വിദാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു. ഇവിടെ മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്നവനും സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ ആത്മതത്വമായി വിളങ്ങുന്നവനും എന്നാൽ കാണാൻ പറ്റാത്തവനുമായ അവൻ ഇപ്പോൾ ഒരു ദൃശ്യരൂപത്തിൽ പുറത്തേക്ക് വന്നു. എങ്ങനെയാ വന്ന്? ന മൃഗം ന മാനുഷം. ഒരു മനുഷ്യനുമല്ല മൃഗവുമല്ല, നരഹരിയായി പുറത്തേക്ക് ചാടി. അവിടെ വെച്ച് ക്രുദ്ധനായിട്ട് പ്രഹ്ലാദനെ കൊല്ലാൻ വരുന്ന ഹിരണ്യകശിപുവിനെ അങ്ങോട്ട് പിടിച്ച് വളച്ചെടുത്ത് എന്ത് ചെയ്തു? തന്റെ മടിയിൽ ഇട്ടൂന്ന. എന്നിട്ട് തന്റെ നഖങ്ങൾ കൊണ്ടാണ് കീറി വധിച്ചത്. കാരണം സന്ധ്യാസമയം ഇരുന്നത് ഉമ്മറപ്പടിയിലാണ്. പിന്നെയോ അതേപോലെ തന്നെ നഖങ്ങൾ കൊണ്ടാണ്. കാരണം ഇവൻ വരം വാങ്ങിയിരുന്നത് എന്നെ രാത്രിയിലും കൊല്ലരുത്, പകലും കൊല്ലരുത്. രാത്രിയും പകലുമല്ലാത്ത സമയമാണ് സന്ധ്യ. അതേപോലെ തന്നെ ആകാശത്ത് വെച്ച് കൊല്ലരുത്, ഭൂമിയിൽ വെച്ച് കൊല്ലരുത്. അതുകൊണ്ടാണ് ആ കട്ടളപ്പടിയിൽ, ആകാശത്തിലുമല്ല ഭൂമിയിലുമല്ല, കട്ടളപ്പടിയിൽ ഇരുന്നു നഖം കൊണ്ടാക്കിയിരിക്കുന്നത്. ഇവൻ വരം വാങ്ങിയിരുന്നത് നനഞ്ഞത് കൊണ്ട് കൊല്ലരുത്, ഉണങ്ങിയത് കൊണ്ട് കൊല്ലരുത്, ലോഹം കൊണ്ട് കൊല്ലരുത്, കല്ലുകൊണ്ട് കൊല്ലരുത്, മരം കൊണ്ട് കൊല്ലരുത്. ഇതൊന്നുമല്ലാത്ത ആയുധമായിരുന്നു ഏത്? നഖം. അങ്ങനെ കീറി പിളർന്ന രക്തമെല്ലാം കുടിച്ചു. അതിനുശേഷം ആ കുടൽമാലകളെല്ലാം വാരി തന്റെ കഴുത്തിലിട്ട അങ്ങനെ ക്രുദ്ധനായി അങ്ങോട്ടും ഇങ്ങോട്ടോ ഓടി നടക്കുക. അപ്പോഴത്തേക്ക് അവിടെ നിന്ന ദേവന്മാരെല്ലാം ഭയന്നുപോയി. സകല ദേവന്മാരും ഈ കോപത്തെ അടക്കാനായിട്ട് ഓരോരോ ദേവന്മാരങ്ങോട്ട് സ്തുതിക്കുകയാണ്. ഈ സ്തുതി കൊണ്ടൊന്നും ആരുടെ കോപം അടങ്ങിയില്ല. അപ്പൊ അവര് ഭയന്നു, ഈ കോപം അടയ്ക്കണമല്ലോ. ഉടൻ തന്നെ അവരെല്ലാവരും കൂടെ ചെന്ന് ലക്ഷ്മി ദേവിയോട് പറഞ്ഞു, ദേവി നിരൂപിച്ചാലേ ഇനി കോപം. അപ്പൊ വന്ന് നോക്കിയപ്പം ഒരു പുതിയ രൂപത്തിൽ ആര് നിൽക്കുന്നത്? അയ്യോ, ഇതിയാനെ ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല, എനിക്ക് ചെല്ലാൻ പോലും പേടിയാന്ന്. ലക്ഷ്മി കൈയൊഴിഞ്ഞു. അപ്പോഴാണ് ദേവന്മാർ ആലോചിച്ചത്, ആർക്കു വേണ്ടിയിട്ടാണ് ഈ അവതാരം കൈകൊണ്ടത്? ആ പ്രഹ്ലാദന്. അപ്പൊ പ്രഹ്ലാദന്റെ ചൊടി ചിലപ്പോ എന്ത് ചെയ്യും? ആ ക്ഷമിക്കാൻ ചാൻസ് ഉള്ളതിന് ബ്രഹ്മാവൻ എല്ലാരും കൂടെ ചെന്ന് പ്രഹ്ലാദൻ നീ തന്നെ ചെല്ലേ. അപ്പൊ പറഞ്ഞു, എനിക്ക് വയ്യ, എനിക്ക് പേടിയാകുന്നു. അല്ല, നിന്നെ രക്ഷിക്കാനായിട്ടാണ് അവതരിച്ചത്. അപ്പൊ എത്ര കോപത്തോടു കൂടി ഇരിക്കുന്നവർ ഒരു കുഞ്ഞിനെ കാണുമ്പോ കോപം ഒന്ന് കുറയും. അതാണ് അതിന്റെ പോളിസി. ഇപ്പോഴത്തെ നമുക്കറിയത്തില്ല. MDMA തിന്നിട്ട് കോപിച്ച് നിൽക്കുകയാണെങ്കിൽ കുഞ്ഞല്ല ആരും എന്നാലും അവന്റെ കോപം പോവില്ല. ഏതായാലും ഇതങ്ങോട്ട് ചെന്നു. എന്നിട്ട് സ്തുതിച്ചുകൊണ്ട് ആദ്യം തന്നെ ഒരു ജാമ്യാപേക്ഷ നടത്തിയത്. അതാണ് വളരെ പ്രസിദ്ധമായ പ്രഹ്ലാദ സ്തുതി. ഒന്നും എടുത്ത് പറച്ചിലൊന്ന് സമയമില്ല, നടക്കത്തില്ല. ഒരു ശ്ലോകം മാത്രം. ബ്രഹ്മാദയ സുരഗണാ മുനയോദ സിദ്ധ സത്വൈയദാനമതയോ വചസാം പ്രവാഹൈ നാരാദിതും പുരുഗുണൈരധുനാവിപ്രു കിം തോഷ്ടുമർഹതി സമേഹരിരുഗ്രജാതേ. ആദ്യം സ്തുതിച്ച ഭഗവാനെ, ബ്രഹ്മാദി ദേവന്മാര്, രുദ്രന്, ദേവഗണങ്ങളെ, ഇവരെല്ലാവരും പല രൂപത്തിൽ അങ്ങേ സ്തുതിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ ഈ എളിയവനായ ഈ ഞാൻ സ്തുതിച്ചാൽ അങ്ങയുടെ കോപം അടങ്ങുമെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല, എനിക്കതിനുള്ള കഴിവും ഇല്ല എന്ന് പറഞ്ഞങ്ങോട്ട് ആദ്യം തന്നെ സമസ്ത അപരാധം ആരുടെ പറഞ്ഞു? ഈ നരസിംഹമൂർത്തിയുടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഈ ഭഗവാൻ ഏതെല്ലാം ലീലകളാണോ ആടിയിട്ടുള്ളത് ആ ലീലകളെയൊക്കെ വെച്ചുകൊണ്ട് അങ്ങോട്ട് ഗംഭീരമായിട്ട് അങ്ങോട്ട് സ്തുതിക്കുകയാണ്. ആ സ്തുതിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നരസിംഹം ഏകാണ്ട് ശാന്താവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ
ആ കുട്ടിയെ പിടിച്ചങ്ങോട്ട് ആശ്ലേഷിക്കുകയാണ്. എന്നിട്ടോ ആ പ്രഹ്ലാദന്റെ വലത് കൈ അങ്ങോട്ട് പിടിച്ചിട്ട് തന്റെ വലതു കൈ കൊണ്ട് പിടിച്ച് ഒരു ഷെയ്ഖ് ഹാൻഡ് കൊടുത്തു എന്നാണ്. അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് ഷെയ്ഖ് ഹാൻഡ് കൊടുത്ത ആരാ? വെൽ ഡൺ മൈ ബോയ്, നീ നന്നായിട്ട് ചെയ്തടാ എന്ന് പറഞ്ഞു. അപ്പൊ ഷെയ്ഖ് ഹാൻഡും കണ്ടുപിടിച്ചത് ആരാ? വ്യാസൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നീട് പ്രഹ്ലാദൻ അസുരവംശത്തിന്റെ രാജാവായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ കഥ അവിടെ. ഇനി എന്തിനീ കഥ പറഞ്ഞു? അതാണ് നമുക്ക് ആധ്യാത്മിക. ഈ കഥ കേട്ടിട്ട് പോയാൽ നമുക്ക് അങ്ങേയറ്റം പാനകം കുടിച്ചിട്ട് വീട്ടിൽ പോകാം, അതിക്കുള്ള നമുക്ക് പറയാം. പക്ഷെ ഇത് നമുക്ക് ആധ്യാത്മിക തലത്തിൽ എന്ത് പ്രയോജനം ചെയ്യും, അതും കൂടി അറിഞ്ഞെങ്കിലേ ഈ കഥയ്ക്ക് പ്രസക്തി ഇന്നത്തെ കാലത്ത് ഉള്ളു. കാരണം പുരാണം എന്ന വാക്കിനർത്ഥം പുരാ അപി നവീനഞ്ച യത് തത് പുരാണം. ഇത് എഴുതപ്പെട്ട കാലത്ത് എത്രത്തോളം നവീനത്വം അന്നതിനുണ്ടായിരുന്നുവോ അതേ നവീനത്വം തന്നെ ഈ കാലഘട്ടത്തിലും ഉള്ളത് കൊണ്ടാണ് ഇതിനൊക്കെ ഏത് പേര് വന്നത്. അപ്പോ ആ കാലഘട്ടത്തിൽ നിന്നും ഈ കാലഘട്ടത്തിലേക്കുള്ള പ്രയാണം വരുമ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഈ കഥയെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പുരാണം പഴഞ്ചനാവും. അതുകൊണ്ട് ഇത് ആധ്യാത്മിക മേഖലയിൽ എങ്ങനെ നമ്മളെ പ്രയോജനം ചെയ്യുമെന്ന് നോക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ഹിരണ്യാക്ഷന്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്റെ ഉള്ളിൽ തോന്നുന്ന എന്റേതെന്നുള്ള രജോഗുണത്തിൽ നിന്നും ഉണ്ടാകുന്ന ചിന്ത എന്റെ, അതാണ് ആര്? ഹിരണ്യാക്ഷന, എന്റേതെന്നുള്ള തോന്നൽ. ഈ ഹിരണ്യാക്ഷന്റെ ചേട്ടനാണ് ആര്? ഹിരണ്യകശിപു. ഇരട്ടകളുമാണ്. അങ്ങനെയാണെങ്കിൽ എന്റേതെന്നുള്ള ഭാവത്തിന്റെ ചേട്ടൻ ആരാ? ഞാനാ. ഞാനുണ്ടെങ്കിലേ ആരുള്ളൂ? എന്റേതുള്ളൂ. ഞാനിനോട് ചേർന്ന് തന്നെ ആരുമുണ്ട്? അതുകൊണ്ട് ഇരട്ടകളായി. അഹംമകൾ ഇരട്ടകളാണ്. അതുകൊണ്ട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ആരായി? ഇരട്ടകളായി. എന്റേതിനെ കളയാൻ എളുപ്പമാ, വലിയ പാടൊന്നുമില്ല. ത്യാഗപൂർണമായ ചില കർമ്മങ്ങളൊക്കെ ചെയ്ത് എന്റേതിനെ കളയാം. പക്ഷേ ആരെ കളയാൻ? ഈ ഞാൻ എന്ന ഭാവത്തെ കളയാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഏതൊരുവന്റെയും ഏറ്റവും മുകളിൽ തഴച്ചു നിൽക്കുന്നതായ ഏത് ഭാവ? ഞാൻ എന്ന ചിന്തയാണ്. അതുകൊണ്ടാണ് ഗീതയിലെ 15-ാമത്തെ അധ്യായം ഈ മനുഷ്യരെന്ന് പറയുന്നത് തലതിരിഞ്ഞ വൃക്ഷമാണ്. സാധാരണ വൃക്ഷങ്ങളുടെയൊക്കെ വേര് താഴോട്ടാണ്, അത് മൂലവേര്, അല്ലെങ്കിൽ അതിന് പറയുന്നത് തായ്വേര്. ഈ തായ്വേരാണ് ഞാൻ. ഇത് തുടക്കം എവിടാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എപ്പോഴാ? മഹത്തത്വം ഉണ്ടായപ്പോൾ ഉള്ള തമോ ഗുണത്തിൽ നിന്നും ഉണ്ടായതാണ് ഈ ഞാൻ എന്ന ചിന്ത. ഈ ഞാനപ്പോ എന്നേ തീരൂ, അതറിയാവോ? എന്നിലുള്ള ഈ ഞാൻ എന്നുള്ള വ്യവഹാരം, ചിന്ത എന്നേ തീരൂ. അതെക്കോട്ട് എടുക്കുന്ന അന്ന് അതുവരെ ഏതുണ്ടാവും? അതാണ് ഇത് തായ്വേര, മൂലവേര. അതുകൊണ്ട് ഗീതാകാരൻ പറഞ്ഞു ഈ മനുഷ്യൻ ഇതിന്റെ അങ്ങേയറ്റത്തെ ആളാ. അതുകൊണ്ട് ഇവൻ തലതിരിഞ്ഞ വൃക്ഷമാ. അപ്പൊ ഏത് മേളി വരും? വേര് മേളി വരും. ഞാൻ മുകളിൽ. അതാണ് ഗീത ആരംഭിക്കുന്നത് 15-ാമത്തെ. ഊർധ്വമൂലമദശാകം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ വർണ്ണാനി യസ്തം വേദസ വേദവിദ് അധശ്ചോർദ്ധം പ്രസൃതാസ്തസ്യ ശാഖ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാള അധശ്ച മൂലാന്യനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. ഈ മനുഷ്യൻ തലതിരിഞ്ഞ വൃക്ഷമാണ്. ഇതിന്റെ വേരാണ് മുകളിലേക്ക്. അപ്പൊ ഈ ഞാനാണ്. ഈ ഞാനിനെ കൊല്ലാൻ, ഇല്ലാതാക്കാൻ സാധാരണ പരിപാടി കൊണ്ടൊന്നും നടക്കില്ല. എന്റേതിനെ കൊല്ലാൻ ഒരു പന്നി മതിയായിരുന്നു. മനസ്സിലായോ? എന്റേതെന്നുള്ള ചിന്ത പന്നി എന്ന് പറഞ്ഞാൽ അവിടെ ത്യാഗപൂർണമായ കർമ്മം. ത്യാഗപൂർണമായ കർമ്മങ്ങൾ ചെയ്യുന്നത് വഴി എന്റെ ഉള്ളിലുള്ള എന്റേതെന്നുള്ള ആ ചിന്തയെ എനിക്ക് കളയാം. പക്ഷേ ഞാനിനെ കളയാൻ ഈ ത്യാഗപൂർണമായ കർമ്മം കൊണ്ട് പോവോ? ഈ ത്യാഗം ചെയ്യുമ്പോഴും ഏതും അങ്ങോട്ട് കേറുക. ഞാനാ അത് കൊടുത്തത് എന്നുള്ള ചിന്തയാണ്. എന്റേത് മാറി. കാരണം എന്താ?
പേരൊന്നും വെക്കാതെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എന്റേതല്ല, അതങ്ങനെ വന്നു. പക്ഷേ കൊടുത്തത് ഞാനാണെന്നുള്ള കർത്തൃത്വ ചിന്ത അപ്പോഴും അതങ്ങനൊന്നും പോവില്ല. അതുകൊണ്ട് പന്നിയെ കൊണ്ട് ഞാനിനെ കളയാൻ പറ്റില്ല. ആ ഞാനിനെ കളയാൻ ആര് തന്നെ വേണം. ഇവിടെ ആരെയാ കൊന്നത്? ഹിരണ്യകശിപുവിനെ കൊന്നത് നരസിംഹം. അപ്പൊ എന്താണ് അർത്ഥം? നരസിംഹം എന്ന് പറഞ്ഞാൽ നരനുമല്ല. അങ്ങനെ ഒരു രൂപം ഉണ്ടോ? എന്റെ ചിന്ത അടുത്തതാ. ഉണ്ടായിരിക്കും, പുരാണത്തിൽ പറഞ്ഞതല്ലേ, കാണും. എന്നാ അല്ല, അതൊന്നും അല്ല. സംസ്കൃതത്തിൽ സിംഹശബ്ദം, വ്യാഘ്രശബ്ദം, ശാർദൂലം, ഈ 3 ശബ്ദങ്ങളും ശ്രേഷ്ഠാർത്ഥത്തിലാണ് പ്രയോഗിക്കുക. കേമൻ എന്ന അർത്ഥത്തിൽ, ഉത്തമൻ. ഒരു ഉദാഹരണം പറയാം. പഞ്ചാബ് സിംഹം ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? പഞ്ചാബ് സിംഹം എന്താ അർത്ഥം? അത് ഹിസ്റ്ററിയൊക്കെ പഠിച്ചാലേ പറ്റുള്ളൂ. പിള്ളേരുണ്ടോ ഇവിടെ പഠിച്ചത്? 10ലോ? ആരാണെന്ന് പറയാ പഞ്ചാബ് സിംഹം? പഞ്ചാബ് സിംഹം എന്ന് പറഞ്ഞാൽ പഞ്ചാബിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന സിംഹം ആണോ? ലാല ലജ്പത് റായ് ആണ്ടാ. ഇനി അതൊന്നും പോണ്ട, പഞ്ചാബിലൊന്നും പോണ്ട. ഇതൊന്നും പറയണേ. ഭാരത കേസരി പറ. ഭാരത കേസരി സിംഹമാ, കേസരി സിംഹമാ, അത് സംശയമൊന്നുമില്ല. ഭാരത കേസരി മന്നത്ത് പത്മനാഭൻ, അതുകൊണ്ട് അങ്ങേര് സിംഹമാണെന്നാണോ? ആണോ? അല്ല. അപ്പൊ സിംഹശബ്ദം അവിടെ പ്രയോഗിച്ചത് എന്താ കാര്യം? ഭാരതത്തിൽ സിംഹസദൃശമായ തന്റെ ഇടം ഉണ്ടായിരുന്നവൻ. നോക്ക്, ആ പേര് കൊണ്ട് ഉദ്ദേശിച്ചത് മറ്റൊരാളെ. പുരുഷവ്യാഘ്രം പ്രയോഗമാണ്. പുരുഷന്മാരുടെ കൂട്ടത്തിൽ കടുവയ്ക്ക് തുല്യം ശക്തിയുള്ളവൻ. പുരുഷ ശാർദൂലം, മനുഷ്യരുടെ കൂട്ടത്തിൽ പുലിക്ക് തുല്യവനായവൻ, അല്ലെങ്കിൽ നരശാർദൂലം. ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ. അല്ല, അതിന് തുടക്കം എങ്ങനെയാ? കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ. അടുത്ത വരി ഉത്തിഷ്ഠ നരശാർദൂല. അല്ലേ? നോക്കുക, ശാർദൂലം, വ്യാഘ്രം, കേസരി, ഈ ശബ്ദങ്ങളെല്ലാം സംസ്കൃതത്തിൽ പ്രയോഗിക്കുന്നത് മലയാളീകരിക്കരുത്, അതെല്ലാം ശ്രേഷ്ഠാർത്ഥത്തിലാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് എന്താ? നരസിംഹം എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വാക്കിന്റെ അർത്ഥം എന്താ? നരന്മാരിൽ ശ്രേഷ്ഠനായവൻ. ആരെ കൊണ്ട് അവനുടെ ഉള്ളിലുള്ള ഞാനിനെ ഇല്ലാതാക്കാൻ പറ്റൂ? സാധാരണക്കാരനെ കൊണ്ട് പറ്റില്ല. മനുഷ്യരിൽ ശ്രേഷ്ഠരായിരിക്കുന്നവർക്ക് മാത്രമേ എന്നിലുള്ള ഞാൻ എന്നുള്ള ചിന്തയെ പറയാൻ, ഇല്ലാതാക്കാൻ സാധിക്കൂ. അതൊരു കഥയിലൂടെ കണ്ടുവന്നപ്പോൾ ഒരു നരസിംഹം ഒരു രൂപം ആക്കി. നട്ടലുള്ളവനെ പറ്റുള്ളൂ എന്നർത്ഥം. അതുകൊണ്ടാണ് ഈശ്വരനെ കാണണമെങ്കിൽ ആദ്യം എന്തു പോകണം? ഉള്ളിലുള്ള ഈ അഹം ഇല്ലാതാവണം. ആ അകത്തെ ഇല്ലാതാക്കാൻ ആരെ കൊണ്ടേ പറ്റൂ? നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. ആ ലെവലിലേക്ക് ഉയർന്നു വന്ന ഒരു ശ്രേഷ്ഠനായ വ്യക്തിക്ക് മാത്രമേ. പിന്നെ നമുക്ക് വേണേ അങ്ങേയറ്റം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, ചിലരൊക്കെ സംസാരിക്കുമ്പോൾ എന്തു പറയാറില്ല? ഞാൻ എന്ന് പറയത്തില്ല, പകരം നാം അല്ലെങ്കിൽ നമ്മൾ. ഞാൻ പറഞ്ഞില്ല, ചിദാനന്ദപുരി സ്വാമികൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മളെന്നേ പറയും. മറ്റേ സ്വാമി പറയുന്നത് നാം. എൻ്റെ കൂടെ പണ്ട് ഒരു സാറ്, ഒരു തൃപ്പൂണിത്തുറക്കാരൻ ഒരു സാർ ഇങ്ങനെ വരുമായിരുന്നു ആദ്യകാലങ്ങളിൽ വായിക്കാൻ, ഒരു വാര്യ. അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ സപ്താഹം കേൾക്കാൻ തുടങ്ങിയ പിന്നെ എന്നോട് ഒരു ദിവസം പറഞ്ഞു, സാറേ ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാൻ പോവാ. എന്താ? ഇനി ഞാൻ എന്ന് വ്യവഹരിക്കില്ല. അതെന്താ?
ഈ സാധനം ഇത് പറയുന്ന കേട്ടപ്പോ ഇത് കളയണം. ഞാൻ ചോദിച്ചു പകരം എന്നാ പറയും? ഈ ഉള്ളവൻ എന്നങ്ങ് പറയും. കൊള്ളാം, ഈ ഉള്ളവൻ ആരാ? ഞാൻ തന്നെ. അതുകൊണ്ട് രാമകൃഷ്ണദേവൻ പറഞ്ഞു ഒരിക്കൽ, രാമകൃഷ്ണദേവന്റെ അടുക്കൽ ധാരാളം ഗൃഹസ്ഥന്മാർ ഇങ്ങനെ വരും. ഈ ഓരോരോ ഉപദേശങ്ങൾ, ഭഗവാനെ നേടാനുള്ള ഉപദേശങ്ങളും രാമകൃഷ്ണദേവൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ പലർക്കും പലതും ഉപദേശിച്ചു കൊടുക്കും, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഈ രാമകൃഷ്ണദേവന്റെ ആ ആശ്രമത്തില് കാമാർപുക്കൂറിലെ, ദക്ഷിണേശ്വരത്തുള്ള കാമാർപുക്കൂറിലെ ഭഗവാന്റെ ഈ താമസ സ്ഥലം അടിച്ചു വാരാൻ ഒരു ഹരിജൻ അവിടെ ഉണ്ടായിരുന്നു, തൂപ്പിൻ വലിക്കൽ. ഇയാള് സാത്വികനായി ജീവിക്കുകയാണ്. അപ്പോ പലർക്കും ഇങ്ങനെ ഉപദേശം കൊടുത്തു വിട്ടപ്പോൾ ഒരു ദിവസം ഈ ഹരിജൻ ചെന്ന് ഭഗവാൻ രാമകൃഷ്ണദേവനോട് ചോദിച്ചു, ഭഗവാൻ അങ്ങ് എല്ലാവരോടും ഉപദേശിച്ചു കൊടുക്കുന്നു, അവർ ഇന്നത് ചെയ്താൽ അവർക്ക് ഭഗവാൻ ഇന്ന രൂപത്തിൽ പ്രത്യക്ഷ. ഭഗവാനെ അങ്ങനെയാണെങ്കിൽ എനിക്കെന്ന് ഇനി ആരെ കാണാൻ പറ്റും? ഭഗവാനെ കാണാൻ പറ്റും. ഭഗവാനും വളരെ ഭക്തിയോട് ചോദിച്ചാൽ, അപ്പൊ ഭഗവാൻ പറഞ്ഞു, രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഞാൻ ചാകുമ്പോൾ നിനക്ക് ആരെ കാണാം? ഭഗവാനെ. അന്ന് തൊട്ട് പാവം ആര് മരിക്കാൻ കാത്തിരിക്കുക? രാമകൃഷ്ണദേവൻ മരിക്കാൻ കാത്തിരിക്കുക, അന്നല്ലേ കാണുള്ളൂ. പക്ഷെ ഭഗവാൻ പറഞ്ഞ എന്താ? നിന്നിലുള്ള ഞാനെന്ന ചിന്ത എന്ന് മരിക്കുന്നുവോ അന്ന് നിനക്ക് ആരെ കാണാം? അതുകൊണ്ടാണ് പറഞ്ഞത്, യാതൊന്ന് കാൺമതതു നാരായണ പ്രതിമ, യാതൊന്ന് ജൈവതതു നാരായണാർച്ചനകൾ, യാതൊന്ന് കേൾപ്പതത് നാരായണ ശ്രുതികൾ. പിന്നെ ഒരെണ്ണമില്ലേ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക തോന്നുന്നതാകിൽ അഖിലം ഞാൻ. അതുകൊണ്ടാണ് ഈ ആൾക്കാർ സ്വാമിയാരൊക്കെ സംസാരിക്കുമ്പോൾ തോന്നുന്നതാകിൽ അഖിലം ഞാൻ എന്നുള്ളത് കൊണ്ടാണ് നമ്മളെന്ന് പറയുന്നത്. മനസ്സിലായത്? ഏതായാലും ആധ്യാത്മികമായിട്ട് കഥ പറഞ്ഞത്, ഈ പുരുഷശ്രേഷ്ഠനായ തലത്തിലേക്ക് നിങ്ങളും ഉയരണം. ഉയർന്ന് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഞാനിനെ ഇല്ലാതാക്കണം. ഏതിലേക്ക്? ഭഗവാനെ പത്തിൽ അവതരിപ്പിക്കാൻ. മനസ്സിൽ ഇന്നലെ പറഞ്ഞില്ലേ, ഈ മധുരയിലെ കാരാഗൃഹം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ്. ഈ മനസ്സിൽ ഭഗവാൻ അടുക്കാറായി, നമ്മൾ പത്തിലേക്ക് വരാറായി. അപ്പോഴത്തേക്ക് ബാക്കിയൊക്കെ പറഞ്ഞു, ഇന്ദ്രിയങ്ങളെ പറഞ്ഞു, കാമക്രോധാദികളെ പറഞ്ഞു, എല്ലാം നേടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും പറിച്ചു കളയാൻ പറ്റാത്തതായ അഹങ്കാരത്തെ കൂടി ഇല്ലാതാക്കണം. അപ്പൊ ചോദിച്ചു, ഇത് എങ്ങനെ ഇല്ലാതാക്കാം? അതിന് നിങ്ങൾ ചില ധർമ്മ ആചരണങ്ങൾ ജീവിതത്തിൽ ആരംഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പ്രഹ്ലാദന്റെ കഥയ്ക്ക് ശേഷം ഒരു 5 അധ്യായത്തിലൂടെ വർണ്ണ ആശ്രമ ധർമ്മങ്ങൾ പറഞ്ഞു. എന്തിനല്ല, ഈ പുസ്തകത്തിൽ ഒരു 4-5 അധ്യായം കൂടെ ഇരുന്നോട്ട് എന്ന് വെച്ച് എഴുതി ചേർത്തതല്ല. ഈ പ്രഹ്ലാദന്റെ തലത്തിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ രീതികളിൽ നിന്ന് മാറി നമ്മുടെ വർണ്ണത്തിനും ആശ്രമത്തിനും അനുസരിച്ച് ചില ശ്രേഷ്ഠതകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താലേ നിങ്ങൾക്ക് മനസ്സിലാരേ. അതിന് ഓരോ ബ്രാഹ്മണരുടെ ദൈനംദിന കർമ്മങ്ങൾ തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ബ്രാഹ്മണരുടെ, ക്ഷത്രിയരുടെ, വൈശ്യരുടെ, ശൂദ്രരുടെ എല്ലാവരുടെയും ആശ്രമധർമ്മങ്ങളെ അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം കോമൺ ആയിട്ട് വന്നത് ഒരു കാര്യമുണ്ട്. എത്രയൊക്കെ ആണെങ്കിലും മനസ്സ് ശുദ്ധമായെങ്കിൽ മാത്രമേ ഏത് ഭഗവാനെ ഉറപ്പിക്കാൻ പറ്റൂ. അതിനു വേണ്ടിയിട്ട് മനസ്സ് ശുദ്ധമാക്കുന്നത് എങ്ങനെ, ആ ശരീരത്തിലുള്ള ആ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് പറയാൻ ഇവിടെ മനസ്സിന്റെ കാര്യമെടുത്തിരുന്നത് നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നവ 4 വിധത്തിലുള്ളവയാണ്. ഒന്ന് പൃഥ്വംശം എന്ന് പറയും, രണ്ടാമത്തേത് ജലാംശം, മൂന്നാമത്തേത് ഏതാ? അഗ്നിയംശം. ഇങ്ങനെ 3 തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുക. ഈ പൃഥ്വംശം എന്ന് പറഞ്ഞാൽ ചവച്ച് അരച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഏതിൽ വരും? പൃഥ്വംശത്തിൽ വരും. അപ്പൊ ഏതൊക്കെ വരും? ചോറ് വരും, കപ്പ വരും, പൊറോട്ട വരും, ചപ്പാത്തി വരും, ബീഫ് വരും, ചിക്കൻ വരും, മത്തങ്ങ വരും,
പച്ചക്കായ വരും, എല്ലാം വരും. ചവച്ചരയ്ക്കുന്നത്. ജലാംശം എന്ന് പറഞ്ഞാലോ പാനീയങ്ങൾ കുടിക്കുന്നതെല്ലാം, ജ്യൂസ് ആവാം, പച്ചവെള്ളമാവാം, പിന്നെ അപ്പുറത്ത് മുറി കിട്ടുവല്ലേ പല നിറത്തിൽ, അതാകാം. ദ്രവ്യാംശമായിരിക്കുന്നതെല്ലാം അതിൽപ്പെടും. ഇനിയും അഗ്നിയംശങ്ങളുണ്ട്. അത് എണ്ണ, നെയ്യ്, വനസ്പതി, ഡാൽഡ, ഇതെല്ലാം ഇപ്പൊ പോയിട്ട് പുതിയ ഇറങ്ങിയിട്ടുണ്ട്. തവിടെണ്ണ, അതും ഏതിൽ വരും? സൺഫ്ലവർ, ഇതെല്ലാം ഏതിൽ വരും? അഗ്നിയംശം. ഇനിയും അതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഈ പ്രത്യംശമായിരിക്കുന്ന ഭക്ഷണങ്ങൾ, ചവച്ചരയ്ക്കുന്നവ, ചവച്ചരച്ച് നമ്മുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ 4 മണിക്കൂർ കഴിഞ്ഞാൽ ഇവൻ പരിപക്വമാകും. അത് കഴിഞ്ഞിട്ടേ അടുത്ത ഭക്ഷണം ഇട്ടുകൊടുക്കാവൂല. നമ്മളങ്ങനാണോ? ഇപ്പൊ കിട്ടുമ്പോഴെല്ലാം വിടുവാ. അതുകൊണ്ട് പറയാം, അങ്ങനൊന്നും അല്ല. എത്ര നേരം കഴിക്കാമെന്നാ പറയുന്നത്? 3 നേരം. നമ്മള് യഥാർത്ഥത്തിൽ പറഞ്ഞു വിട്ടിരിക്കുന്നത് 1 നേരമാണ്. അതിനുള്ള പാത്രം തന്നാ ഇങ്ങോട്ട് വിട്ടത്. ഈ 2 കൈയും കൂട്ടിച്ചേർത്ത് വെച്ചാൽ ഓരോരുത്തരും അവരവരുടെ ഈ 2 കുമ്പിളിലൂടെ എത്ര അന്നം കിട്ടുമോ അത്രയും അന്നമാണ് ആ 1 നേരം കഴിക്കേണ്ടത്. അതെന്തിട്ട് പറയുന്നത്? അതുകൊണ്ട് പറയും, അതും മനസ്സിലായില്ലെങ്കിൽ 8 ഉരുള കഴിക്കാവുന്ന. ഞാൻ ഒരിടത്ത് വന്ന് പറഞ്ഞോണ്ടിരുന്നപ്പം ഒരാൾ അവിടെ നിന്ന്, സാറേ 8 ഉരുളയല്ലേ? ഇത് ഉരുളയാണല്ലോ. ഇതിന് ഉരുള എന്നല്ല പറയുന്നത്, അതിന് പറഞ്ഞ പിണ്ടം എന്നാണ്. അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനല്ല. ഈ 8 ഉരുള എന്ന് പറഞ്ഞാൽ ഒരു കോഴിമുട്ടയുടെ വലിപ്പം. ഉരുള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരുമിയെടുക്കുന്നതിനാ ഉരുള എന്ന് പറഞ്ഞത്. പിണ്ടം എടുക്കുന്നത് ഇങ്ങനെ, അല്ലേ? ഈ എടുക്കുന്നത് ഉരുള. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ എടുക്കുന്ന മുട്ട അല്ല, ഈ അന്നം ഉരുട്ടി കഴിയുമ്പോൾ ഒരു കോഴിമുട്ടയുടെ വലിപ്പം ആകാന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ആള് ചോദിക്കുക, സാറേ നാടൻ കോഴിയുടെ മുട്ടയാണോ അതോ ഗിരിരാജന്റെ മുട്ടയാണോ? കാരണം ഗിരിരാജന്റെ ആകുമ്പോ കുറെ കൂടെ. ഇതാണ് നമ്മുടെ ചിന്ത. അപ്പൊ അങ്ങനെ ആ ക്രമത്തിൽ 1 നേരം ഭക്ഷണം കഴിക്കുന്നവന്റെ പേര് യോഗി എന്ന. അതിൽപ്പെടുവോ നമ്മള്? ഇല്ല. ഇനി 2 നേരം കഴിക്കുന്നവരുണ്ടാവാം. നോർത്ത് ഇന്ത്യൻസ് കൂടുതലും അങ്ങനെ. ഒരു 11 മണിക്ക് കഴിച്ചാൽ പിന്നെ 7 മണിക്ക്. അവരുടെ പേര് അറിയാവോ? ഭോഗി. ഇനി 3 നേരം കഴിക്കുന്നവരുണ്ട്. മിക്കവാറും നമ്മള് മിനിമം കുറെ ആളെങ്കിലും ഏതിൽപ്പെടും? 3 നേരം കഴിക്കുന്നവരാ. നമ്മുടെ പേര് ദ്രോഹി. 2 നേരം കഴിക്കാവൂ. വേറൊരുത്തന്നെ കൂടെ 1 നേരം അകത്താക്കിയത്. അല്ല, രോഗി. 3 നേരം കഴിക്കുന്നവൻ രോഗി. കാരണം എന്താ? 3 നേരം ഇപ്പൊ കഴിച്ച് ഡോക്ടറടക്ക പോയില്ലേ? ഇപ്പൊ പറഞ്ഞ എന്താ? ഡയറ്റ് കൺട്രോൾ ആയി, രോഗിയായി. ഇനി 4 നേരം കഴിക്കുന്നവരുണ്ടാ, അവന്റെ പേരാണ് ദ്രോഹി. നമ്മളൊക്കെ അതിലാ വിടുന്നത്. വേറൊരുത്തന്റെ കൂടെ ഭക്ഷണം 5ഉം അതിൽ കൂടുതലായാലോ പരമദ്രോഹി. അപ്പോ ഈ ഭക്ഷണം പോലും കഴിക്കുന്നതിന് നിയന്ത്രണം നമ്മളുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ചവച്ചരച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഉള്ളിൽ ചെന്ന് ദഹിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും സൂക്ഷ്മമായ അംശം നമ്മുടെ മനസ്സായി മാറുമെന്ന്. അതിൽ കുറച്ചുകൂടി സ്ഥൂലമായത് നമ്മുടെ മാംസമായിട്ട് മാറും. അതിൽ സ്ഥൂലമായത് ഈ ശരീരത്തിന് വേണ്ടാത്തത് കൊണ്ട് മലമായിട്ട് പുറത്തേക്ക് തള്ളും. അപ്പോ ഈ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സൂക്ഷ്മാംശമാണ് ആരാകുന്നത്? മനസ്സ്. സ്ഥിരം പോത്തിനെ തന്നെ തിന്നുന്നവന്റെ മനസ്സ് ആരുടെയാകും? ആരുടെ ചിന്തയാവും? മനസ്സിലായില്ല? ആ പോത്തിന്റെ ചിന്തയാവും എന്നർത്ഥം. സാത്വികമായ ആഹാരങ്ങളാണ് അപ്പോൾ അകത്തോട്ട് എന്നെങ്കിലോ
സാത്വികമായ മനസ്സ് അവിടെ ഉണ്ടാവും. നോയിക്കൊള്ളുക. ഈ കേസുകളിൽ മുഴുവൻ വരുന്നത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളും ആഹാരങ്ങളും കഴിക്കുന്നവരാ. കാരണം അവന്റെ ചിന്ത അങ്ങനെ വരൂ. ഇനി അപ്പൊ പിന്നെ ഒരു ഇത് വേർതിരിച്ചറിയുന്ന എങ്ങനെ സാത്വികനെയും അല്ലെങ്കിൽ സാത്വികമായ ആഹാരവും രാജസമായതും താമസമായതും അതിപ്പോ മാർഗമൊന്നുമില്ല. എന്നാലും നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഒന്നും പച്ചക്കറികൾ പോലും എല്ലാം ഏതല്ല, സാത്വികമല്ല. പ്രത്യേകിച്ച് പറയും. അതുകൊണ്ടാണ് ഭാഗവത മഹാത്മ്യം പറയുന്നിടത്ത് 6-ാമത്തെ അധ്യായത്തിൽ സപ്താഹ സ്ഥലങ്ങളിൽ ഏതെല്ലാം കഴിക്കണം കഴിക്കരുത്, പച്ചക്കറികൾ പോലും. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആഹാരമാണല്ലോ കൂട്ടാനായിട്ട് അവിയല്. അതിനകത്ത് ചേർക്കുന്ന എന്താ? മുരിങ്ങക്ക അല്ലേ, പടവലങ്ങ. ഇതൊന്നും പാടില്ല എന്ന ആധ്യാത്മികമായ മാനസിക നിലവാരം ഉയരേണ്ടവൻ. ഇതെല്ലാം രജോ ഗുണവാ. അതേപോലെ തന്നെ കായം, കൂടാതെ സവോള, ഉള്ളി, ഇതെല്ലാം രജോ ഗുണങ്ങളാ. അതുകൊണ്ടാണ് ബംഗാളി ബ്രാഹ്മിൻസ് അവര് മത്സ്യം കൂട്ടും, പക്ഷെ ഉള്ളി തൊടത്തില്ല അവര്. രാമകൃഷ്ണദേവന് വേലൂർ മഠത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. വേലൂർ മഠത്തിൽ പോയപ്പോ ഭഗവാന് മീൻ കറിയാണ് ഉച്ചയ്ക്ക് നിവേദിക്കുന്നത്. പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. ഇവിടുത്തെ സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇവിടെ എങ്ങാണ്ടൊരു കല്യാണത്തിന്, ബംഗാളി ബ്രാഹ്മിൻസിന്റെ കല്യാണത്തിന് മുഴുവൻ മീൻ വിഭവങ്ങളായിരുന്നു. ഞാനതാ പറഞ്ഞത്. അപ്പോ മീൻ കഴിക്കുവര്, പക്ഷെ ഉള്ളി കഴിക്കില്ല. അതേപോലെ തന്നെ സപ്താഹ സ്ഥലത്തോ ഈശ്വര ക്രമങ്ങൾ ചെയ്യുന്ന ആളുകളോ എന്ത് ചെയ്യാൻ പാടില്ല? വെളുത്തുള്ളി തൊടാൻ പാടില്ല. പക്ഷെ നടക്കില്ല. ഞാൻ ആരോഗ്യത്തിന്റെ കാര്യമല്ല പറയണത്. മനസ്സ് നിർമ്മലമായി വികാര വിക്ഷോഭങ്ങളില്ലാതെ സ്വസ്ഥമായി ഇരിക്കണമെങ്കിൽ ഈ ജാതിയിലുള്ള ഭക്ഷണങ്ങൾ, ധാന്യങ്ങളെല്ലാം അല്ല. ഈ പറയുന്ന ചോറ് പോലും അല്ല. ഏതാ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നില്ലേ? സാത്വികമല്ല. പിന്നെ ഏതാണ് സാത്വികം? അമ്പലത്തിൽ നിവേദിക്കുന്ന ചോറില്ലേ, ഏതാ? ഉണക്കലരി അല്ലെങ്കിൽ പച്ചരി. കാരണം എന്താ? ഒരു നേരം പാചകം ചെയ്ത ഭക്ഷണമാണ് ഏത്? സാത്വികം. 2 നേരം വേവിച്ചാൽ അത് വിഷമായി. അതുകൊണ്ടാണ് ഉണക്കലരി അമ്പലത്തിൽ, അല്ലാതെ കുത്തരി കൊണ്ടല്ലല്ലോ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കഴിക്കുന്നത് ഏതാ? വിഷമോ അല്ല, അതിന്റെ അപ്പുറത്തെയാ. ഒരുമിച്ച് ഉണ്ടാക്കും, ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് ഇതിനകത്തോട്ട് കയറ്റി വെക്കും, ഫ്രിഡ്ജിനകത്തോട്ട് വെക്കും, ഉച്ചയാകുമ്പോ എടുത്ത് ചൂടാക്കും, വീണ്ടും കുറെ കഴിക്കും, അടുത്ത വൈകിട്ട് എടുക്കും. ഒരാഴ്ചത്തേക്കാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, യാതയാമം ഗതരസം പൂതിപര്യുഷിതം ജയത് ഉച്ഛിഷ്ടമവിജാമേധ്യം ഭോജനം താമസപ്രിയം. ഗീതയിലെ 17-ാമത്തെ അധ്യായം. ഏതാണ് ആ അധ്യായത്തിന് പേര്? വരും എന്താണ്? തമോ ഗുണികളായിരിക്കുന്ന ആളുകളുടെ ആഹാരം ഏതാണെന്നാ പറഞ്ഞത്. അവര് കഴിക്കുന്ന ഭക്ഷണം, അതായത് രസം, അതിന്റെ യഥാർത്ഥ സ്വാദ് പോകും. അടുത്ത പ്രക്രിയ എന്താ? പൂതി, വളിക്കാൻ തുടങ്ങും. പര്യുഷിതം, പുളിക്കും. ഒരു പ്രാവശ്യം എടുത്ത് കഴിച്ചിട്ട് ബാക്കി ഭാഗത്ത് വെച്ചിട്ട് പിന്നെ എടുത്ത് കഴിച്ചാൽ അതിന്റെ പേര് ഉച്ഛിഷ്ടം എന്നാണ്. അപ്പൊ ഒരു നേരത്തേക്കുള്ളതേ ഉണ്ടാകാവൂ, അത് കഴിച്ചു തീർക്കണം എന്നർത്ഥം. ആ ഉച്ഛിഷ്ടം കഴിച്ചാൽ അത് ഏതിന് തുല്യവാ? അമേദ്യം. അമേദ്യം എന്താണെന്ന് അറിയാവില്ല. പന്നി കഴിക്കുന്നതായിരുന്നു, ഇപ്പൊ പിന്നെ പന്നിയില്ലാത്തോണ്ട്. ഇതാണ്. പിന്നെ പറയും രജോ ഗുണികളുടെ ആഹാരം എന്താണെന്ന് പറയും. അതിനകത്ത് പറയും കട്ടു അമ്മള ലവണാത്യുഷ്ണ തീക്ഷ്ണ രൂക്ഷവിതാകിന. അധികമായ എരിവ്, പുളി, ചൂട്. ചിലർക്ക് കാണാൻ മേലെ ചായ കൊടുത്താൽ ആവി പറക്കുന്ന ചായ കുടിക്കുള്ളൂ. നല്ല എരിവ്, പുളി, ഇതൊക്കെ ഏത് ഗുണക്കാരനാ? രജോ ഗുണക്കാരനാണ്. അതേപോലെ തന്നെ സാത്വികനുണ്ട്. എങ്ങനെയാണ്? രസ്യ സ്നിഗ്ധ സ്ഥിര ഹൃദ്യ. നല്ല മണമുള്ളത് എന്ന് പറഞ്ഞാൽ മസാലയല്ല, സാധാരണ
കൂട്ട് ഇങ്ങനെയുള്ളതാണ് ഭക്ഷണം. അതേപോലെ ധാന്യങ്ങളെല്ലാം ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഉണക്കലരി ഏതാണ്? സാത്വികമാണ്. കുത്തരി രജോ ഗുണോ അല്ലെങ്കിൽ തമോ ഗുണോ, രണ്ടാണ്. നമ്മുടെ കുത്തരി 3 വേവിക്കുന്നത്. ഇപ്പൊ പിന്നെ അങ്ങനത്തെ ഇല്ല. പണ്ടൊക്കെ എങ്ങനെയാ? തലേ ദിവസം എന്റെയൊക്കെ കുടുംബത്തൊക്കെ ഇങ്ങനെയായിരുന്നു, തറവാട്ടിലൊക്കെ തലേ ദിവസം നെല്ല് തിളപ്പിച്ചിടും അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുമുണ്ട്. പിറ്റേ ദിവസം അത് പുഴുങ്ങും. ഇപ്പൊ 2ആയി. എന്നിട്ട് വെയിലത്തിട്ട് ഉണങ്ങി കുത്തി കൊണ്ടുവന്ന് പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ വേവിച്ചല്ലേ കഴിക്കുന്നത്. 3 തവണ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരുടെ മനസ്സ് ആ ലെവലിലേക്ക് പോകുന്നവർ. അതേപോലെ ഈ ധാന്യങ്ങൾ, ഉഴുന്ന്, വൻപയറ്, ചെറുപയറ്, ഇതൊക്കെ ആരോഗ്യത്തിന് നല്ല ഡോക്ടർമാർ എഴുതി കൊടുക്കും. പക്ഷേ നമ്മുടെ ആധ്യാത്മിക തലത്തിലേക്ക് വരുമ്പോൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ഈ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതിൽ ഒട്ടും സപ്താഹസ്ഥലത്ത് കേറ്റരുതാത്തൊരു സാധനത്തിന്റെ പേര് നമ്മുടെ ഇവിടെ എങ്ങും ഇല്ല. അതിന്റെ പേരാണ് മുതിര. അത് ആർക്കാ കൊടുക്കുന്നത്? കുതിരയ്ക്ക്. ഏറ്റവും ലോകത്ത് പവർ ഉള്ളവനാണ് ആര്? കുതിര അല്ലേ? അതുകൊണ്ടാണല്ലോ മോട്ടറിനൊക്കെ ഹോഴ്സ് പവർ എന്നാ പറയും. അപ്പോ ഈ മുതിര തോരനും കഴിച്ചു വെച്ചിട്ട് ആ ഉച്ചയ്ക്ക് വന്നിരുന്ന് എന്ത് ചെയ്യുന്നത്? സപ്താഹം കേൾക്കാനിരിക്കുന്നെങ്കിൽ ഇവന്റെ മനസ്സും ആര് പായുന്ന പോലെ പായും, ഇവിടെ നിക്കത്തില്ല. അത് വേറെ. അതുകൊണ്ട് ഞാൻ ഞാൻ സപ്താഹം അവിടെ കഴിഞ്ഞ മകരഭരണിക്ക് ഞാൻ സപ്താഹം അവിടെ ആയിരുന്നു. ഞാനും കഴിച്ചതാ. ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞതെന്താ? ഇത് കഴിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അത് ചിന്തിക്കുക. മനസ്സിനെ നിയന്ത്രിക്കണമോ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നേടണമെന്നാ പറഞ്ഞത്. അപ്പോ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അത് ശ്രദ്ധിക്കണം. പിന്നെയോ അടുത്തത് പറഞ്ഞ ജലാംശം നമ്മൾ കുടിക്കുന്നതാ. ഈ കുടിക്കുന്നവ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ അംശമാണ് നമ്മുടെ പ്രാണനായിട്ട് മാറുന്നത്. ഇന്നലെ കുലഞ്ചരോപാഖ്യാനം പറഞ്ഞപ്പോൾ പ്രാണനാണ് 5 തലയുള്ള ഒരു പാമ്പ് വട്ടം കറങ്ങി എന്ന് പറഞ്ഞു. കാരണം ജലത്തിന്റെ സവിശേഷമായ സ്വഭാവം ഒഴുകലാണ്. അതുകൊണ്ട് പ്രാണൻ നമ്മുടെ ശരീരത്തിൽ ഒരിടത്തും സെൻട്രൽ ചെയ്യല. അപ്പൊ പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ, പിന്നെ ബഹിർപ്രാണങ്ങളായിരിക്കുന്ന ഉപപ്രാണന്മാർ, ഇവയും ഉണ്ടാകുന്നത് കുടിക്കുന്ന വെള്ളത്തിൽ നിന്നാണ്. അതിലും ശകലം കൂടി സ്ഥൂലമായത് നമ്മുടെ രക്തത്തിൽ കലരും. അതുകൊണ്ടാണ് രക്ത കുറവ് വന്നാൽ ഡോക്ടർ ആദ്യം ഉപദേശിക്കുന്നത് എന്താ? ദിവസവും എത്ര ലിറ്റർ വെള്ളം കുടിക്കാനാണ് പറയുന്നത്. ഇത്ര ലിറ്റർ വെള്ളം കുടിക്കാൻ പറഞ്ഞു വിടുന്നില്ലേ? എന്തുകൊണ്ടാ? അവര് സയൻസ് ആയിട്ടാ പറഞ്ഞായിരിക്കാം. പക്ഷെ നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞു ഇതിലെ സൂക്ഷ്മമായ അംശം ഏതിൽ കലരും? അപ്പൊ രക്തം കൂടുതൽ ഉണ്ടാവാൻ വെള്ളം കുടിക്കണം. 3ാമത്തെ അംശം ഈ ശരീരത്ത് വേണ്ടാത്തത് കൊണ്ട് മൂത്രമായിട്ട് വിസർജിച്ചു പോകും. പിന്നെ പണ്ടൊരാളാതിനകത്ത് മരുന്നാന്ന് പറഞ്ഞ് കുടിക്കുമായിരുന്നു എന്നൊക്കെയാ കേട്ടത്. മൊറാർജി അല്ലേ? ഇല്ല, അങ്ങനെ. ഇനി അടുത്തത് അഗ്നി അംശം. ഏതൊക്കെയാ? എണ്ണ, ഇതെല്ലാം ആ കാറ്റഗറി വരുന്നതെല്ലാം, ചോദ്യമൊന്നുമില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും സൂക്ഷ്മമായ അംശം നമ്മുടെ വാക്ശക്തിയായിട്ട് വരുമെന്നാണ്. അതുകൊണ്ടാണ് പണ്ട് വീട്ടിലെ ഗൈനക്കാരായിരുന്നു പഴയ കാലത്ത്, വൈറ്റാട്ടിമാരല്ല അല്ലായിരുന്നു. അവര് പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ പുറത്തോട്ട് കൊണ്ടുവന്നാൽ ഉടൻ തന്നെ നമ്മുടെ കാർന്നോമാരാരാണോ ഉള്ളവര് എന്തോ കൊടുക്കുമായിരുന്നല്ലോ. കൊടുത്തവരൊക്കെ കാണും, കിട്ട് പൊന്നും തേനും, തേൻ, സ്വർണം കൂടെ അരച്ചു കൊടുക്കും. ഇപ്പോഴത്തെ ഡോക്ടർമാർ ഓടിക്കും. പക്ഷേ അവര് ശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല, ആചാരമായിട്ട് ചെയ്താ. അതുപോലെ ചിലപ്പോ അമ്മാമാര് പറയും, എൻ്റെ ഒരു അമ്മാവ് ഉണ്ടായിരുന്നു, മരിച്ചുപോയി, നിനക്ക് പൊന്നും തേനും തന്നെ ഞാനാടാ, അതുകൊണ്ടാ നീ സംസാരിക്കുന്നുണ്ടാവുന്നു. ഓ ശരി, ആയിക്കോട്ടെ. എന്താ കാര്യം? ഈ തേൻ, കാരണം ഇതാണ് വാക്ശക്തിയായിട്ട് വരുന്നതെന്ന. അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. ചിലർ വെണ്ണയും ചേർത്ത് കൊടുക്കും. തെക്കോട്ട് പോയ ഇത്തിരി വെണ്ണയും കൂടെ ചാലിച്ചിട്ടാണ് കൊടുക്കുക. എന്താണ് വെണ്ണ? ഏതിൽപ്പെട്ട അഗ്നിയംശം. അതിൽ സ്ഥൂലമായത് കുറച്ചുകൂടി
നമ്മുടെ അസ്ഥിക്കുള്ളിലെ മജ്ജ എന്ന് പറഞ്ഞ സാധനമില്ലേ, അതായി മാറുന്ന. അതിൽ കുറച്ചുകൂടി സ്ഥൂലമായത് നമ്മുടെ അസ്ഥിയായിട്ടും മാറും. അപ്പൊ ചുരുക്കത്തിൽ ബാലൻസ് വന്നാലോ അത് പുറത്തേക്ക് പോകത്തില്ല, അത് നമ്മുടെ ശരീരത്തിൽ കിടക്കും. അങ്ങനെ കിടന്ന് ഇപ്പോൾ ഡോക്ടർമാർ ഒരു പേരതിന് കൊടുത്തു, എന്ത്? കൊളസ്ട്രോൾ. എന്നിട്ട് ചികിത്സിക്കാൻ ചെല്ലുമ്പോ പറയുന്ന എന്ത് കഴിക്കണ്ടെന്ന, വറുത്തതും കഴിയാൻ പറഞ്ഞു. കാരണം എന്താ? ഈ അഗ്നിയംശമായിരിക്കുന്നത് ബാലൻസ് അതിൽ കിടക്കുകയാണ്. ഇങ്ങനെയുള്ള ചില ധർമ്മങ്ങൾ നിങ്ങൾ പരിപാലിച്ചാൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാം. ആ മനസ്സിൽ പ്രഹ്ലാദനെ പോലെ ആരെ ഉറപ്പിക്കാം? അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് സപ്തമം അങ്ങ് നിർത്തുകയാണ്. വീണ്ടും അഷ്ടമത്തിലേക്ക് വരികയാണ്.